മോനെ. ഞങ്ങളങ്ങനെ ഇടയ്ക്കൊരു ചായ കുടിക്കാൻ കയറി. ഇവിടെ ഓരോരുത്തരും ഓരോന്നാണ് കുടിക്കുന്നത്. രണ്ടുപേര് ചായ, ഒരാളൊരു പൈനാപ്പിൾ ജ്യൂസ്, മറ്റൊരാൾ വാട്ടർമെലൻ. കണ്ടില്ലേ, ഒരാൾ ചായ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത ആൾ കുരിഞ്ഞിരിക്കുന്നു. ഒരു രക്ഷയില്ല. ഇങ്ങനെ വേണം ജ്യൂസ് കുടിക്കാൻ. ഒരു ചേച്ചി അവിടെ കണ്ട ചേച്ചി അവിടെ നിന്ന് കൊട്ടേഷൻ വിട്ടുകൊണ്ടിരിക്കുക. പാഞ്ചാലിമേട് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട്. മുറിഞ്ഞ പുഴയിൽ നിന്നും കണയങ്ക വയൽ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് 4 കിലോമീറ്റർ അകലെ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യമനുസരിച്ച് പാണ്ഡവർ ഇവിടെ വനവാസകാലത്ത് പാഞ്ചാലിമൊത്ത് വരികയും താമസിക്കുകയും ചെയ്തിരുന്നു. അതിനാലാണ് പാഞ്ചാലിമേട് എന്ന പേര് ഈ പ്രദേശത്തിന് വന്നത്. മകരജ്യോതി ഇവിടെ നിന്നും കാണാവുന്നതാണ്. പാഞ്ചാലി കുളിച്ചെന്ന് പറയുന്ന പാഞ്ചാലിക്കുളം ഇവിടെ അടുത്താണ് ഉള്ളത്. നല്ല ശുദ്ധവായുവും നല്ല കാറ്റും ലഭിക്കുന്ന മനോഹരമായ കുന്നിൻപുറമാണ് പാഞ്ചാലിമേട്. കുന്നിൻ മുകളിൽ നിന്ന് 4 വശവും മനോഹരമായ ഹരിതാഭ നിറഞ്ഞ കാഴ്ചകൾ കാണാം. ഇപ്പോൾ കമ്പിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സിപ്പ് ലൈൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ശരീരം ഒഴിയാനായി ഓട്ടോമാറ്റിക് മാസേജിംഗ് മെഷീൻ ഇവിടെ ലഭ്യമാണ്. പുൽമേടുകളും കനത്ത കാറ്റും ഉയരവുമുള്ള മലനിരകളും അഗാധഗർത്തം നിറഞ്ഞ മലഞ്ചെരിവുകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കും. പാഞ്ചാലിമേട്ടിൽ നിന്നും ഞങ്ങൾ പോയത് റിസോർട്ടിലേക്കാണ്. ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. ഇതാണ് കുട്ടിക്കാനത്തെ ത്രിശങ്കു ഹിൽസിലുള്ള മിസ്റ്റി വൈബ് എന്ന റിസോർട്ട്. 10 പേർക്ക് താമസിക്കാൻ പറ്റിയ ബഡ്ജറ്റ് റിസോർട്ടാണിത്. രാത്രി ക്യാമ്പ് ഫയറും DJ പാർട്ടിയും ഉണ്ടായിരുന്നതിനാൽ രാത്രി ഏറെ വൈകിയാണ് ഉറങ്ങാൻ കഴിഞ്ഞത്.
സുന്ദരിയേ അങ്ങനെ ഒരു ദിവസത്തെ മനോഹരമായ ഒരു നൈറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ കാണാനുള്ളത് പീർ മുഹമ്മദ് ദർഗ, പരുന്തുംപാറയൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പോകുന്നത് സൂഫി വര്യൻ പീർ മുഹമ്മദ് അവരുടെ ഖബർസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇവിടെ പിന്നെ കുട്ടിക്കാനത്ത് നിന്ന് 6 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ നമ്മളിവിടെ 2 കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ ഞങ്ങളിപ്പം നടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 10-20 മിനിറ്റായി. കാനന പാതയാണ്. പിന്നെ ഇവിടെ വലിയ പാടാണ്, കാറ് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞങ്ങൾ കാറിൽ ഏതാണ്ടൊരു പകുതിയോളം ദൂരത്ത് വന്ന് നിന്നിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് നടന്നു വരികയാണ്. കാരണം ഉരുളൻ കല്ലുകളും ഭയങ്കരമായ കുഴികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും പിന്നെ വൈഫിൻ്റെ അനിയത്തിയുടെ കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു. പള്ളി അവിടെ കണ്ടു തുടങ്ങി. ഈ കാണുന്നതാണ് പീർ മുഹമ്മദ് ഒലിയുള്ളയുടെ ഖബറിടം അല്ലെങ്കിൽ ദർഗ എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും ദൂരെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ വിസിറ്റേഴ്സിനൊന്നും കാണുന്നില്ല. പീർ മുഹമ്മദ് എന്ന സൂഫി സന്യാസി ഇവിടെ ശാന്തനായി ഉറങ്ങുന്നു. തമിഴ്നാട്ടിലെ കന്യാപുരത്ത് ജനിച്ച അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജഭരണകാലത്താണ് ഇവിടെ എത്തിയത്. മഹാറാണി സേതുലക്ഷ്മിഭായി ആണ് ഇവിടെ ഖബർ സ്ഥാപിക്കാൻ അനുമതി നൽകിയത്. ഇപ്പോൾ ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ ഖബറിൻ്റെ പരിപാലനം പീരുമേട് മുസ്ലിം ജമാഅത്തിനാണ്. പണ്ട് അഴുത എന്ന് പേരുണ്ടായിരുന്ന ഈ സ്ഥലം പീർ മുഹമ്മദിൽ നിന്നാണ് പീരുമേട് എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത് രാജാവിൻ്റെ വേനൽക്കാല വസതിയാണ്. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് പണിയിപ്പിച്ചതാണ് ഈ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത്. ഇത് വനത്തിനകത്താണ്, കൊടും വനമാണ്. കുറേ സ്റ്റെപ്പ് കയറി പോകണം.
ഇനിയിപ്പോൾ അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തപ്പക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. തപ്പക്കുളം എന്ന് പറഞ്ഞാൽ ചാർലി സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് തപ്പക്കുളം. തപ്പക്കുളം തന്നെ ഈ തപ്പക്കുളം എന്നാണ് ഇന്നത്തെ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ചാർലി സിനിമയുടെ ഷൂട്ട് വന്നത്. ഇപ്പോൾ പക്ഷേ അവിടെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മഴക്കാലത്തൊക്കെയാണ് ഇവിടെ വെള്ളം ഉണ്ടാകാറുള്ളത്. ഓക്കെ, മനോഹരമായ ആ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ തപ്പക്കുളത്തെ ചാർലി ലൊക്കേഷനിൽ നിന്ന് തിരിച്ചടുത്ത പരുന്തുംപാറ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ തപ്പക്കുളത്തിന് വിട. പരുന്തുംപാറ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ കണ്ട ഏവർക്കും നന്ദി. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.